യുഡിഎഫ് സർക്കാർ ആദ്യ ബജറ്റിൽ വിസ്മയങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാർ ജീവനക്കാർ. പെൻഷൻ പ്രായം കൂട്ടിയുള്ള പ്രഖ്യാപനം ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടായേക്കില്ല. അതേസമയം DA കുടിശ്ശികയും പെൻഷൻ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചേക്കും. മുൻകാല പ്രാബല്യത്തോടെ ജനുവരി മാസം മുതലുള്ള 2% ക്ഷാമബത്ത ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ ജീവനക്കാർ. കഴിഞ്ഞ LDF സർക്കാർ DA വർധന മുൻകാല പ്രാബല്യമില്ലാതെ പ്രഖ്യാപിച്ചത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം മുൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന അഷ്വേർഡ് പെൻഷൻ സ്കീം ഉപേക്ഷിച്ചേക്കും. പകരം പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലെ സർക്കാർ വിഹിതം ഉയർത്തണമെന്ന സർവീസ് സംഘടനകളുടെ ആവശ്യം അംഗീകരിക്കും. ധവളപത്രത്തിൽ പെൻഷൻ പ്രായം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടേതിന് സമാനമായി ഉയർത്തണമെന്ന പരാമർശമുണ്ടായിരുന്നെങ്കിലും യുവജന പ്രതിഷേധം കണക്കിലെടുത്ത് ബജറ്റിൽ പരിഗണിക്കില്ലെന്നാണ് വിവരം. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പള വർധനയുടെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കില്ല. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മതിയെന്ന ധവളപത്രത്തിലെ നിർദ്ദേശം സർക്കാർ അംഗീകരിക്കുമെന്നും സൂചനയുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ദീർഘകാല ആവശ്യങ്ങളിൽ ചിലതിനെങ്കിലും പരിഹാരമാകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് സർവീസ് സംഘടനകൾ. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.